മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലെയാണ് ഇന്ന് കേരള ബിജെപിയുടെ അവസ്ഥ. തിരഞ്ഞെടുപ്പ് വാർത്തകൾ സ്പോൺസർഡ് ബൈ BLM. പാർട്ടി ഏതുമാകട്ടെ എല്ലാവരും വോട്ട് ചെയ്യുക. ഈ മത്സരോത്സവം ഏറ്റവും നല്ല സർക്കാരിനെ ലഭിക്കാൻ. BLM ജനപക്ഷത്ത് തകർക്കാനാകാത്ത വിശ്വാസം. ശബരിമല വിഷയവും ഭക്തജന വികാരവും വോട്ടാക്കാൻ എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് കഴിയില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ മാറ്റം ആഗ്രഹിക്കുന്നവരാണ്. ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ വിശ്വസിക്കുന്നവരാണ് കേരള ജനത. കഴിഞ്ഞ 2 ടേമിലും തുടർ ഭരണം മാറ്റി നിർത്തിയാൽ ജനാധിപത്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഇടത് വലത് മുന്നണികൾ മാറി ഭരിച്ച ഒരു ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാലും BJPക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടില്ല എന്ന് തന്നെയാണ് അവർ അവരുടെ വാക്കിലൂടെ, അതായത് തൂക്കുമന്ത്രിസഭ വരും എന്ന ഒരു വാക്കിലൂടെ വിലയിരുത്തിയത്. വാസ്തവവും അതുതന്നെയാണ്. സ്വർണ്ണക്കൊള്ള ഇത്തവണ വോട്ടിംഗ് UDFന് അനുകൂലമാക്കും. അതുപോലെ നമുക്കറിയാം, യുവതീ പ്രവേശനവും ശബരിമലയും പ്രക്ഷോഭം നയിച്ച് ജനവികാരത്തിനൊപ്പം നിന്നത് BJP തന്നെയാണ്. പക്ഷെ അത് വോട്ടാക്കാൻ അവർക്ക് സാധിക്കില്ല. കാരണം അത് വോട്ടാകുമെങ്കിലും ഭരിക്കാൻ ഒരു മാറ്റം കൊണ്ടുവരാൻ UDF വരണം എന്ന് തന്നെയാണ് കേരളം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തജന വികാരം BJP അനുകൂല വോട്ടാകില്ല. അതിന് ഇപ്പോൾ NDA വളർന്നിട്ടില്ല. നിങ്ങൾ കുറച്ചുകൂടി സംയമനം പാലിക്കൂ എന്ന് തന്നെയാണ് സർവേകളിലെ കമന്റ്. സാധിക്കും. കേരളത്തിൽ ഇനിയും നിങ്ങൾക്ക് വളരാൻ സാധിക്കും. ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയും യോഗിയും ഒക്കെ ചെയ്യുന്നത് കണ്ട് അതുപോലെ കേരളത്തിൽ ഭരണം വരുത്തണമെങ്കിൽ, ആ വടവൃക്ഷങ്ങൾക്കൊപ്പം നിൽക്കണമെങ്കിൽ കേരളത്തിലെ BJP ഇനിയും വളരണം, ഇനിയും പണിയെടുക്കേണ്ടതുണ്ട്. എന്നാൽ ശോഭാ സുരേന്ദ്രൻ വിജയം ഏറെക്കുറെ ഉറപ്പിച്ച മട്ടാണ്. കഴിഞ്ഞ ദിവസത്തെ അവരുടെ കലാശ പ്രചാരണം മാത്രം മതി പാലക്കാട് അവരുണ്ടാക്കിയ തരംഗം എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ. BJPക്ക് ഇത്രയും സ്വാധീനം കേരളത്തിൽ ഉറപ്പിക്കുന്നതിന് മുൻപും അവർ ജനഹൃദയത്തിൽ തന്റെ സമീപനങ്ങൾ കൊണ്ട് സ്ഥാനം നേടിയ വ്യക്തിയാണ്. അത് ആർക്കും എതിർക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ പിന്തുണ ഇപ്പോഴും അവർക്കൊപ്പമുണ്ട്. എന്നാൽ BJP അധികാരത്തിൽ വരാൻ സമയമായിട്ടില്ല എന്ന് തന്നെയാണ് കേരളം പറയുന്നത്. നെറികേട് കാണിച്ചവർ പുറത്തു പോകണമെന്ന് തന്നെ കേരളം വിശ്വസിക്കുന്നു. വരേണ്ടത് മാറ്റമുണ്ടാക്കാൻ കഴിവുള്ളവർ. അതിനുള്ള സ്പേസ് BJPക്ക് ആയിട്ടില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ അവർക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും. പക്ഷെ അവർ വരണം. യോഗി ഭരിക്കുന്ന UP പോലെ, ഹിമന്ത ബിശ്വ ശർമ്മയുടെ അസം പോലെ ഇരട്ട എഞ്ചിൻ സർക്കാർ കേരളത്തിന് വരണം. അതിന് ഇനിയും ഒരു 10-15 വർഷം കൂടി അവർ പണിയെടുക്കണം എന്ന് തന്നെയാണ് പൊതുജന അഭിപ്രായം. അപ്പോൾ എന്തായാലും 9-ാം തീയതി കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ വളരെ കൃത്യമായ വിശകലനത്തോടുകൂടി തന്നെയാണ് കേരള ജനത മുന്നോട്ട് പോകുന്നത്. എന്തായാലും 9-ാം തീയതി വ്യാഴാഴ്ച കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ പ്രബുദ്ധരായ കേരള ജനത വളരെയധികം ആലോചിച്ച് തന്നെയായിരിക്കും ഇക്കുറി വോട്ടിടുക. കാരണം കഴിഞ്ഞ 2 തവണയും തുടർ ഭരണത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിൽ പല മേഖലകളിലും പല വിഭാഗങ്ങൾ അനുഭവിച്ചത് തന്നെയാണ്. എല്ലാം ഒരുപോലെ ആയിരുന്നു എന്ന് പറയുന്നില്ല. ചിലയിടത്തൊക്കെ നല്ല കാര്യങ്ങൾ, ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ സർക്കാർ ചെയ്തിരുന്നു. ഒരിക്കലും ഇറങ്ങിപ്പോകുന്നവരെ നമ്മൾ പൂർണ്ണമായും അവഹേളിക്കുകയല്ല. ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ സർക്കാർ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് പ്രശ്നങ്ങളും, അഴിമതി സംബന്ധമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങൾ, അങ്ങനെ ഒത്തിരി പല വിഭാഗങ്ങൾക്കും പല പ്രയാസങ്ങളും നേരിട്ട ഒരു 10 വർഷം തന്നെയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അടുത്ത 5 വർഷം കൊടുക്കില്ല എന്ന് വളരെ ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു ജനവിഭാഗം ഇവിടെയുണ്ട്. UDF ഭരിക്കട്ടെ, UDFന് ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും, ഇനി ഒരു 5 വർഷം അവർക്ക് വീണ്ടും കൊടുത്തു നോക്കാം എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ NDA കുറച്ച് സീറ്റുകൾ പിടിക്കും എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ NDA കുറച്ച് വോട്ടുകൾ പിടിക്കും എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ചില സീറ്റുകളിൽ അവർ വരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു 3 മുന്നണികളും കൂടി സമ്മിശ്രമായ ഒരു വികാരം തന്നെയാണ് ജനങ്ങൾക്കിടയിലുള്ളത്. എന്തായാലും തൂക്ക് മന്ത്രിസഭ എന്ന ഒരു രീതിയിലേക്ക് പോകരുത് എന്നാഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം കേരളത്തിലുണ്ട്. ഒരു 24 മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ കേരള ജനത വിധിയെഴുതാൻ പോവുകയാണ്. പിന്നെ അതിന്റെ ഫലം വരാൻ നമ്മൾ വീണ്ടും കാത്തിരിക്കേണ്ടതുണ്ട്. എല്ലാവരുടെയും ആ ഒരു വിശ്വാസത്തെ, നല്ല രീതിയിലുള്ള വോട്ട്, മാറ്റം കൊണ്ടുവരാനുള്ള വോട്ടാക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ബുദ്ധിപരമായി നിങ്ങളുടെ വോട്ടുകൾ വിനിയോഗിക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.